കണ്ണേട്ടൻ ഞങ്ങൾക്കൊക്കെ ഒരു ബിഗ് ബ്രദർ വൈബാണ്. എല്ലാവരും ആയിട്ട് ഇങ്ങനെ അടിച്ചുപൊളി ആയിട്ട് നടക്കുന്ന ഒരാളാണ്. ആഫ്റ്റർ 7 years ഓഫ് ലവ് അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കൾ. കാഞ്ചനം പെയ്യുന്ന കല്യാണമേളം അഞ്ജന കണ്ണെഴുതി നിന്നു പെൺമേഘം പൊൻപുടവ നെയ്യാൻ തുടങ്ങി പുലർക്കാലം താലിക്കു പൊന്നുമായി തിങ്കളിൻ താലം ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് സത്യം പറയാൻ. ഈ കല്യാണം ഒന്നാമത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കല്യാണം ആയി, കണ്ണേട്ടന് കല്യാണമായി എന്നുള്ളൊരു സംഭവം. ഞങ്ങളെ കൂടെ ഇങ്ങനെ എല്ലാ തല്ലും പിടിയും കൂടി നടക്കുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ കല്യാണമൊക്കെ ആയി, ഒരു ഹസ്ബൻഡ് ഒക്കെ ആയി പറയാനേ തോന്നില്ല. ഞങ്ങളെപ്പോഴും ഞങ്ങളെപ്പോഴും ഉള്ള പോലെ തന്നെയാണ്. അതെ. रोशनी ही रोशनी है, चार सू जा चार सू, इश्क है ये इश्क है, इश्क है ये इश्क है. Let's go boys. The Panja. കോളേജിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയൊരു ഫ്രണ്ടാണ് അനുപമ. കോളേജ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതായിരുന്നു നമ്മളെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത്. നല്ലൊരു മോളാണ്, സുന്ദരിയാണ്. ഇന്നലെ രാത്രി കിടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, രാധു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, എനിക്ക് 7 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ സുദേവിനെ കിട്ടണേ, ഞാൻ ഈ താലി കിട്ടുമ്പോൾ കരയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ഒരു ഇമോഷണലി കണക്ഷനാണ് അവളും സുദേവും തമ്മിൽ. അതെ, അവർ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ക്യൂട്ട് കപ്പിൾസ് ആണ്, അടിപൊളിയാണ്. ഫസ്റ്റ് മീറ്റിനെ പറ്റിയാണെങ്കിൽ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ്, കുറച്ചു കാലം ഫ്രണ്ട്സ് ആയിരുന്നു, പിന്നെയാണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് മാറിയത്. അടിപൊളിയാ, ആളെ അടിപൊളിയാ, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, എന്താവും എങ്ങനെയാവും എന്നൊക്കെ. പിന്നെ നല്ല ടെൻഷൻ ഉണ്ട് കഴിയുന്നത് വരെ. പറയരുത്, പറഞ്ഞാൽ എനിക്ക് സങ്കടാവും. കുഴപ്പമില്ലല്ലേ? എന്റെ സുഡു ഇങ്ങനെയല്ല, എന്റെ സുഡു ഇങ്ങനെയല്ല. കുട്ടപ്പനായല്ലോ. നേരേക്ക് കെട്ടിപ്പിടിക്കാ സ്റ്റേജ് വന്ന പോലെ. ഇതെങ്ങനെയുണ്ട്? ഇതാ ഞാൻ പറഞ്ഞ വെക്കണം പറഞ്ഞേ. ഇതെങ്ങനെയാ? സൂപ്പർ. ലവ് സ്റ്റോറി ഒക്കെ പറഞ്ഞു. എന്ത് ലവ് സ്റ്റോറി അതിന് പറയാൻ മാത്രമല്ലേ? പ്രേമമായിരുന്നു സഖാവേ, പേടിയാവുന്നു, ബുള്ളറ്റുള്ളവനെ കെട്ടണം, അതിന്റെ പിറകിൽ പോണം. ചേച്ചീനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ചേച്ചീനൊന്നും വിളിക്കലില്ല. 5 വയസ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും മിൻഡോ എന്നാണ് വിളിക്കൽ. ചെറുപ്പത്തൊട്ടൊക്കെ ഭയങ്കര അടിയായിരുന്നു, ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ വെറുതെ അടി ഉണ്ടാക്കും. അല്ലെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ഒരു ഏച്ചീൻ്റെ ഹസ്ബൻഡ് എന്നുള്ള ഒരു ഫീലൊന്നല്ല, നമ്മൾ കൂടെ പഠിക്കുന്ന ഒരാളെ പോലെ തോന്നാറുണ്ട്. The bride's entry was so gorgeous, like we were like wow, that was a wow moment. पवन जस्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र पवन जस्तुति पात्र पावन
वैभोगमे रामा कल्याण वैभोगमे I wanted to talk about you so much. We lived together for maybe more than 2 years. We had a very good journey, very good client to deal with, and talking about all the things. I understood you are about to go and live in a new flat right now. I lost my flatmate, especially a wonderful flatmate, a wonderful friend. Now starting a new life, and more about it, I understood how you love Anu by. I saw how you did things, so moving each and everything to a new flat, each and everything specifically, you saw that. So this should be it for Anu. So I understood how you love her. So have a happy life with her, and let's see you guys in Bangalore soon. You both look so good together. Congratulations and happy married life for you both. So they what to tell for you, I don't know. We are being good to each other, always making fun out of us. Like it's good to be with you, and Anu, yeah, you have got a best person, I guess. And Sudev, I have no words to describe you, man. You have always been kind to me, personally, professionally, and all the ways. Anupama, I'm telling this, you are truly lucky to have my Cheta as your husband, and you will always remain my Cheta. Don't forget to buy us banana chips, okay, when you come back after holiday. Okay, guys, happy married life. Happy married life. Love you guys. Love you guys.